നമസ്കാരം. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞു. തൃശ്ശൂർ പൂരം 2024 നടന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ അങ്കക്കെട്ടുകളാണ് ഓരോ വീഡിയോകളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുന്നത്, പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് പൂരം ഇങ്ങനെ തകർന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോയ്ക്ക് അവസാനം ഒരു വീഡിയോ കൂടി ഞാൻ ഒരു ക്ലിപ്പും കൂടി ഇടുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്തുക തൃശ്ശൂർ പൂരം എന്ത് നിലയ്ക്ക് ഏത് നിലയ്ക്കാണ് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തൃശ്ശൂർ പൂരം കുളമായി അതോ കുളമാക്കിയോ എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് മനസ്സിലാവും. കുറച്ച് വീഡിയോകളിലൂടെ നമുക്കത് മനസ്സിലായി വരും. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ പൂരം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഉപചാരം ചൊല്ലിപ്പിരിയിലും അങ്ങനെയൊക്കെ ആയിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് തർക്കങ്ങളിലൂടെ, പോലീസുകാരുടെ അനാസ്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ അതിക്രമത്തിലൂടെയാണ് തൃശ്ശൂർ പൂരം ഈ വർഷം കടന്നുപോയത്. 2024 വെറുക്കപ്പെട്ടൊരു തൃശ്ശൂർ പൂരമായിരുന്നു ജനങ്ങൾക്കിടയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ നാനാഭാഗത്തുള്ള മലയാളികളുടെയും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് 2 വിഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത്, തിരുവമ്പാടിയും പാറേമക്കാവും. ഈ ഉത്സവം നടക്കുന്ന സമയത്ത്, എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് ഒരു 3 മണിക്ക് ശേഷം നടക്കുന്ന ഒരു ആചാരമാണ് കുടമാറ്റം എന്ന് പറയുന്ന വർണ്ണക്കാഴ്ചകൾ. ആ ഒരു കുടമാറ്റ സമയത്ത് 2 വിഭാഗങ്ങളും ഇടവിട്ട് കുടകൾ മാറ്റി അതിനെ അത്രയും ഭംഗിയാർക്കുന്ന ഒരു ആചാരം കൂടിയാണ് കുടമാറ്റം എന്ന് പറയുന്നത്. കുടകൾ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് അവിടെ ആ കുടകൾ ഇറക്കാൻ സമ്മതിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതവിടെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഇന്നൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വന്തം വിലയിരുത്തുക. ഈ പൂരത്തിനെ, തൃശ്ശൂർ പൂരത്തിനെ ജാതി, മതം അല്ലെങ്കിൽ പാർട്ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ വരെ ഉദ്ദേശിച്ച് പോകുന്നത്. നമുക്ക് മനസ്സിലാവണില്ല ലോകത്തിൻ്റെ പോക്ക്, അല്ലെങ്കിൽ എന്താണ് നാട് ഇങ്ങനെ ആയത് എന്നുള്ളത്. ശരിക്കും ഇതുവരെയും കാണാത്ത ഒരു ഉത്സവമാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം ഈ 2024 കഴിഞ്ഞു പോയത്. ഒരുപാട് വിഷമകരമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറകൾക്ക് നല്ലൊരു ആഘോഷം കാണാൻ കഴിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. ഒരു ടെക്നീഷ്യൻ പിടിച്ചാൽ മതി. ടെക്നീഷ്യനും ഐഡിയ ഉണ്ടാക്കിയവരും എല്ലാവരും വരണം. കൂടുതൽ സ്ഥലമില്ല. അയാളത്തെ കയ്യിൽ വെച്ചു കൊടുക്ക്, അയാളത്തെ കയ്യിൽ വെച്ചു കൊടുക്ക്. പെട്രോളും പരിപാടി ഞങ്ങളോ